അമ്മേ അമ്മ കോഴിയെ വാങ്ങാൻ പോവാ? അതെന്താ നിനക്കും ഇഷ്ടല്ലേ കോഴിയും കോഴി കഷ്ടമൊന്നും? ഇനി കോഴിയും കോഴിത്തിട്ടെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. എന്നാ കാഷ്ടം ഇത്ര ഇഷ്ടം? അതിൽ പകരം വളം ഉണ്ടോ ചെടിക്ക്? ആകെ 4-5 കോഴിക്കളങ്ങാണ് ഉള്ളത്, എന്നിട്ട് അത് വളം കിട്ടാൻ പോകുന്നു. അതാ ഞാൻ പറഞ്ഞേ, 4-5 200 കോഴി അങ്ങ് ഒന്നിച്ച് വാങ്ങ്. ഇവിടുത്തെ കോഴിക്കളെ എനിക്ക് നോക്കാൻ പറ്റുന്നില്ല, പിന്നെ 200 കോഴിക്കളെ ഞാൻ വാങ്ങിക്കൊണ്ടെന്നിട്ട് നോക്കാൻ. കോഴി മാത്രല്ല ഞാൻ ഉദ്ദേശിച്ചേ, പശു, ആട്, പോത്ത്, കരിമീൻ, നെയ്മീൻ, അങ്ങനെ നമുക്ക് എല്ലാം വളർത്താം. എടാ നിന്റെ അഗ്രികൾച്ചർ പഠിക്കുന്ന പോലെയൊന്നല്ല ഇത്. പശുക്കളെ നോക്കലല്ലോ ഒരുപാട് അധ്വാനമുള്ള കാര്യങ്ങളാണ്. അതുങ്ങളെ കുളിപ്പിക്കണം, തീറ്റ കൊടുക്കണം, പുല്ലരിയാൻ പോണം, ചാണകം കോരണം, എന്തൊക്കെ പണിയുണ്ട്. അമ്മ ഒരു 4 പശുവിനെ വാങ്ങി തന്നാ മതി, ബാക്കി കാര്യം സഞ്ജു ഏറ്റു. അങ്ങനെ വാവോട് പറയാൻ വേണ്ടി നല്ല സാമർഥ്യ. എന്താണ് അമ്മയും മകനും കൂടെ എന്താടാ സെറ്റാക്കി തരാന്നൊക്കെ പറഞ്ഞു? അവന് തൊഴുത്ത് കെട്ടി കൊടുക്കണം പശുക്കളെ നോക്കാൻ. പശുവിനെ വളർത്താൻ പോണ? ആ പശുവിനെ വളർത്തുന്നതിനെ കുറിച്ച് നിനക്ക് എന്താ അറിയാം? എനിക്കെന്താ അറിയില്ല. ഏത് പശുവിനെ വളർത്താൻ പോകുന്നു? വെച്ചൂര് തുടങ്ങി കാസർഗോഡൻ, കുള്ളൻ, അങ്ങനെയുള്ള നമ്മുടെ നേറ്റീവ് സ്പീഷീസ്. മണ്ടച്ചാരെ, ഈ പറഞ്ഞ ജാതി സ്പീഷ്യസിൽ പെട്ട സാധനങ്ങൾക്കൊന്നും കറവയ്ക്ക് അധികം പാലൊന്നും കിട്ടത്തില്ല. അതുങ്ങളുടെ കിടാക്കൾക്ക് പോലും കുടിക്കാൻ പാല് കിട്ടുന്നില്ല. അതൊക്കെ എനിക്കറിയാം. ഇതുങ്ങളൊക്കെ എക്സിഡന്റ് ആയിട്ട് വരും, അപ്പൊ എനിക്ക് നിങ്ങളെ സംരക്ഷിക്കണം, അതാണ് എന്റെ ഉദ്ദേശം. ഓ, സംരക്ഷണമാണ് ഉദ്ദേശം. ഏയ്, നിന്നെ വളർത്തുന്നത് ഞങ്ങൾക്ക് ഇപ്പൊ നഷ്ടമാ. ഇനി ഈ പശുക്കളെല്ലാം കൂടെ വളർത്തി അതും നഷ്ടത്തിലാക്കൂ. ഈ അച്ഛൻ പറയുന്നത് കേട്ടോ അമ്മേ. അച്ഛൻ പറഞ്ഞാൽ എന്താ തെറ്റ് പറ. അച്ഛ, ഈ പശുവിനെ വളർത്തി നമുക്ക് ഫ്രഷ് പാല് രാവിലെ കിട്ടും. അത് മാത്രോ, തൈര്, നെയ്യ്, ചാണകം, ചാണകപ്പൊടി എല്ലാം കിട്ടൂലേ? എന്തിനാണ് ഈ ചാണകപ്പൊടി നിനക്ക് പുഴുങ്ങി തിന്നാനാ? ഇതെന്തോ അമ്മ അച്ഛൻ പറയുന്നത് കേട്ടോ. എന്ത് ചെയ്യാൻ പോണ നീ ചാണകപ്പൊടി ചാണകമൊക്കെ കൊണ്ടിട്ട്? അതൊക്കെ കൃഷിക്കിടാലോ, അപ്പൊ നല്ല വളമല്ലേ, ചെടി അങ്ങ് തഴച്ചങ്ങ് വളരും. അങ്ങനെ തൽക്കാലം തഴച്ച് വളരണ്ട, ആ പരിപാടി നടക്കത്തില്ല. അപ്പൊ ചെറുക്ക, ഇവിടെ ഒരു കോഴിയെ വളർത്താൻ നിന്റെ അമ്മ അച്ഛമ്മയെടുക്ക ചോദിച്ചിട്ട് അതിന് അനുവാദം തരുന്നില്ല. പിന്നെ അതിന് പശുവും പോത്തും ഒക്കെ. അപ്പൊ എനിക്ക് പശുവിനെ വാങ്ങി തരാൻ ഉദ്ദേശം ഇല്ലല്ലേ? ഇല്ല, നഹി. വേണ്ട, ഇവിടെ അതിനുള്ള വേറെ വഴികളുണ്ട്. ഞാൻ പോയി ലോൺ അപ്ലൈ ചെയ്യും, ക്ഷീര ലോൺ. എന്നിട്ട് ഇവിടെ ഞാൻ ക്ഷീര വിപ്ലവം നടത്തി, ഇവിടെ പാൽ ഒഴുകും, ഞാൻ കാണിച്ചു തരാം. ഈ ലോൺ ആരടക്കും? വാഗിരി ദൈവം ഉരുളയിട്ട് തന്നോളൂ. ഓ, എന്തുവാടി നിന്റെ മകന്? എന്തൊക്കെ വിപ്ലവാ അവൻ? കുറച്ചു മുമ്പ് എന്തോ ഇപ്പൊ ക്ഷീര വിപ്ലവം, നേരത്തെ മറ്റേ ഹരിത വിപ്ലവം, വേറെ ഇനി എന്തൊക്കെ വിപ്ലവം അവൻ കൊണ്ടുവരാൻ? മോനല്ലേ? എന്റെ മോനായോണ്ടെന്താ? അങ്ങനെ ചെയ്യാതിരുന്നാ മതി. എന്ത് പറഞ്ഞാലും മോൻ കാണിച്ച തെറ്റിന് നിങ്ങളുടെ മോനല്ലേ? അതേ, പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. നീ പറഞ്ഞത് അനുസരിച്ചിട്ട് ഞാൻ ആ വേണുക്കുട്ടനോട് പറഞ്ഞ് നാളെ കോഴിക്കോട് പണി ആരംഭിക്കും. ഇതാ നിങ്ങളുടെ പ്രശ്നം. കാളെ പറ്റുന്നതായിട്ട് അപ്പാട് പോയിട്ട് നിങ്ങൾ അങ്ങ് കയറെടുത്തോളൂ. ആളെ പറ്റൂന്ന് കേട്ട് കയറെടുത്തതല്ല, ഇവിടെ കൂട് വേണം. നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്? അതിനാരോ കോഴിക്കളെ വളർത്തുന്നേ? നീയല്ലേ? ഞാൻ വളർത്തുന്നില്ല, ഞാൻ ഗീതക്ക് കൊടുക്കാന്ന് പറഞ്ഞു. അവളെ വിളിച്ചു പറഞ്ഞായിരുന്നു. ആർക്ക് കൊടുക്കാന്ന്? ഗീതക്ക്. എടി, എന്റെ 50 രൂപ എടുത്ത് കൊടുത്തിട്ട് നീ അത് ഗീതയ്ക്ക് കൊടുത്താ? നിങ്ങളുടെ 50 രൂപയുടെ ഇപ്പം വലിയ കാര്യമായി പോയത്. നിങ്ങളുടെ അമ്മയിലെ പറഞ്ഞത് ചവിട്ടിക്കുട്ടി കൊന്നാളിന്നൊക്കെ. എനിക്ക് ആ ഷാപ്പൊന്നും മേടിക്കാനൊന്നും പറ്റത്തില്ല. എടി, അപ്പൊ ഈ കോഴിക്കോട് ഞാൻ എന്ത് ചെയ്യൂടി? പോയി കോടൊന്നല്ലല്ലോ പണിയാൻ കൊടുത്തത്, പോയി കൂടല്ലേ, സാരമില്ല. ഇതിന് എത്ര പൈസ കൊടുത്ത് പണിത കോഴിക്കോട്? ഇത് എന്തോ ചെയ്യും? കാശ് കൊടുത്ത് പണിതല്ലേ കോഴിക്കോട്? ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ കേറി അതിലിരുന്നു. വലിച്ച തമാശ.